ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്നാർ ട്രിപ്പ് പോകേണ്ടതാണ്. ഞങ്ങൾ മൂന്നാർ ഹിൽ സ്റ്റേഷനിലേക്കല്ല പോയത്. അവിടെ ഒരു ദേവികുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്കാണ് പോയത്. ഞങ്ങൾ രാവിലെ ഒരു 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഊനുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോയ റൂട്ട് ഇങ്ങനെയായിരുന്നു: കോതമംഗലത്ത് നിന്ന് നേര്യമംഗലത്ത് നിന്ന് അടിമാലിയിൽ നിന്ന് ഓൾഡ് മൂന്നാർ, അവിടെ നിന്ന് ദേവികുളം. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ മൂന്നാർ കയറിക്കൊണ്ടിരിക്കണേന് അവിടെ കട കണ്ടപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മൂന്നാറിലേക്ക് വലിയ തിരക്കുണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പോവാൻ പ്ലാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് പേര് പറയുന്നുണ്ടായിരുന്നു ഊട്ടിയിലും കൊടൈക്കനാലും ഫുള്ളാണ്, മാത്രമല്ല നമ്മുടെ ഇവിടെ ചൂടും കൂടുതലാണ്, പിന്നെ വെക്കേഷനും എല്ലാം കൊണ്ടും തിരക്കാണെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഞങ്ങളൊരു 10:15 ആയപ്പോഴത്തേക്കും ഓൾഡ് മൂന്നാർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ട് ആനേനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 10:30 ആയപ്പോഴത്തേക്കാണ് ദേവികുളത്ത് എത്തിയത്. പിന്നെ ഞങ്ങൾ റൂം എടുത്തത് ഉമ്മയുടെ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ്. സജന നിഷാദ് എന്നാണ് ആൻറ്റിയുടെ പേര്. ആൻറ്റി ഫാമിലി അവിടെ ഹോം സ്റ്റേ നടത്തുന്നുണ്ട് ദേവികുളത്ത്. ഗ്രീൻ സീസ് നന്ദനം എന്നാണ് അതിൻ്റെ പേര്. ദേവികുളം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ആ ഹോം സ്റ്റേ. നല്ല ഹോം സ്റ്റേ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ട് അവരുടെ കെയർ ഓഫിൽ വേറൊരു റിസോർട്ട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. വൈൽഡ് നേച്ചർ റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ അടിപൊളിയായിരുന്നു. കുഞ്ഞു ഗാർഡൻസും പിന്നെ മുകളിലേക്ക് തേയിലത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡ് കൗണ്ടർ എന്ന് പറയുമ്പോൾ ബുഫേ ആണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. കുറച്ച് നേരം ഒന്ന് അവിടെ പുറത്തൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ അകത്തോട്ട് കയറിയുള്ളൂ. ഇവിടെ മുകളിലും കൂടി റൂംസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ജസ്റ്റ് പോയി ഇരിക്കാനൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താഴെ നോക്കുമ്പോൾ മുകളിൽ ഒരു ഊഞ്ഞാല കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വാപ്പച്ചിയും നൂനും കൂടി പോയി ഊഞ്ഞാലയൊക്കെ ആടി. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. പിന്നെ സെപ്പറേറ്റ് ഒരു ബെഡും കൂടി അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീറ്റു. പിന്നെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്യാപ്പ് റോഡാണ്. ഒരു 2-3 ഇയേഴ്സ് ആയിട്ടുള്ളൂ ഈ റോഡ് ഓപ്പൺ ആയിട്ട്. നല്ല അടിപൊളി വൈബ് ചെയ്യാൻ പറ്റിയൊരു റൂട്ടാണത്. നല്ല വ്യൂ ആണ് ഈ റോട്ടിൽ കൂടി പോകുമ്പോൾ. പിന്നെ ഈ ക്ലൈമറ്റും മഴയും വന്നപ്പോൾ നല്ലോണം ചില്ല് ചെയ്യാൻ പറ്റി. പിന്നെ വണ്ടി ഒന്ന് സൈഡ് ചെയ്ത് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. ഉമ്മയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയി ലാസ്റ്റ് ആനയിറങ്കൽ റൂട്ടിലാണ് എത്തിയത്. അപ്പോൾ അവിടെ ഒരു ഡാം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ഈവനിങ് ആവുന്തോറും കോടമഞ്ഞ് ഇങ്ങനെ കൂടി വരണേന്. അതിനനുസരിച്ച് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉമ്മേനെയും കൂടി അകത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ ഓഫീസറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആ സാറ് ഓക്കെ പറഞ്ഞു. വണ്ടിയായിട്ട് പോയിട്ട് തിരിച്ച് റിട്ടേൺ വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇറങ്ങിയില്ല, കാരണം ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾ വണ്ടിയിൽ തന്നെ പോയി വരികയാണ് ചെയ്തത്. പിന്നെ ഡാമിൽ വെള്ളം കുറവായിരുന്നു. എപ്പോഴും വെള്ളം കൂടുമ്പോൾ ഉള്ള സ്ഥലമൊക്കെ എംപ്റ്റി ആയിട്ട് കിടക്കണമായിരുന്നു. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. നല്ല മഴയുണ്ടായിരുന്നു ആ ടൈമിൽ. അത് കഴിഞ്ഞ് വന്ന് ഫ്രഷായി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം കിടന്നു.
രാവിലെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. തലേന്ന് നൈറ്റ് ആയതുകൊണ്ട് അവർ റൂമിൽ കൊണ്ടുവന്ന് തരുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇറങ്ങി നേരെ ദേവികുളം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്തേക്ക് പോണേന്. അതിൻ്റെ അടുത്തായിട്ടാണ് സജനൻ്റെ ഹോം സ്റ്റേ. സ്കൂൾ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഹോം സ്റ്റേയുടെ ബോർഡ് കാണാം. ഇതാണ് അവരുടെ ഹോം സ്റ്റേ, ഗ്രീൻ സീസ് നന്ദനം. ആദ്യം അങ്കിളാണ് ഞങ്ങളെ കണ്ടത്. അത് കഴിഞ്ഞ് ആൻറ്റി പുറകെ വന്നു. ഈ അങ്കിളും ആൻറ്റിയുമാണ് ഞങ്ങൾക്ക് ആ റിസോർട്ട് അറേഞ്ച് ചെയ്ത് തന്നത്. ഇതാണ് അവരുടെ മക്കൾ, ഖുഷിയും ആശയും. ഞങ്ങൾ അത് കഴിഞ്ഞ് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. അവർ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നത് ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ആ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ്. ഫുള്ള് തേയിലത്തോട്ടമാണ്. ഇപ്പോൾ റിട്ടേൺ പോകുന്നത് വന്ന റൂട്ട് തന്നെയാണ് കേട്ടോ. പോണ വഴിക്ക് ഇങ്ങനെ ഒരു വ്യൂ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് നിർത്തിയതാണ് കാണാൻ വേണ്ടിയിട്ട്. ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ ഷോപ്പൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. നമുക്കിത് മണ്ടേറ്ററി ആണല്ലോ ടൂറ് പോകുമ്പോൾ ഇതൊക്കെ മേടിക്കുക എന്നുള്ളത്. ഞങ്ങളിപ്പോൾ കയറിയേക്കുന്നത് ദി ബ്ലോസം ഹൈഡൽ പാർക്കിലാണ്. ഞാനും വാപ്പിച്ചിയും നൂനാപ്പിയും കൂടിയാണ് കയറിയത്. നൂനു ഓരോ റൈഡ് കാണുമ്പോൾ അങ്ങോട്ട് ഓടിപ്പോണേണ്. എന്നിട്ട് എന്നെയും വന്ന് വിളിക്കണേണ്, നമുക്ക് ഒരുമിച്ച് പോയി കളിക്കാമെന്നും പറഞ്ഞ്. ഇവള് ഓരോ റൈഡിൽ കയറുമ്പോൾ എനിക്കും കയറാൻ തോന്നാറുണ്ട്. പക്ഷേ പേടിച്ചിട്ട് ഞാൻ എവിടെ പോയാലും കയറാറില്ല. പക്ഷെ ഇവിടെ പോയപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഊഞ്ഞാലേക്ക് ആടിയായിരുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ഊഞ്ഞാലായിരുന്നു. അത് കൂടാണ്ട് കിഡ്സിൻ്റെ ഒക്കെ ഊഞ്ഞാലയിൽ ഞാൻ അവിടെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ കയറി ആടിയായിരുന്നു. ഈ പാർക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ചെറിയ പോണ്ട് പോകുന്നുണ്ട്. ഒന്ന് എൻട്രിയുടെ അവിടെയും പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. അങ്ങോട്ടേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ബോട്ടിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ ഇതുപോലെ മൂന്നാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വന്നപ്പോൾ ഈ ആനയുടെ ഫ്രണ്ടിൽ തന്നെ എൻ്റെ നൂനിൻ്റെയും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാപ്പിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ടായി, ഇവിടെ വരികയാണെങ്കിൽ ഈ ആനയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പച്ചി ഫോട്ടോ എടുത്ത് തന്നതാണ്. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോണേന്. അപ്പോൾ വണ്ടി ഞങ്ങൾ പുറത്താണ് പാർക്ക് ചെയ്തേക്കണേ, അകത്തിട്ടില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കണേന്. ഉച്ച ടൈമായപ്പോഴേക്കും ചൂട് കൂടാൻ തുടങ്ങി. മഴയൊന്നും ഉണ്ടായില്ല, പിന്നെ കാറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അടിമാലി എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയത്. ഒരു 1:30 ആയപ്പോൾ എടശ്ശേരീസ് ഫാം യാർഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. മീൽസ് തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും കഴിച്ചത്. ഉമ്മയ്ക്കുള്ള ഫുഡ് അവർ കാറിൽ കൊണ്ടുപോയി സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് അവിടുത്തെ സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് പായസവും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായി. നൂനു ആണ് ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തത്. ഇടയ്ക്ക് ഞാനും അവളും മാറി മാറിയാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ബാക്ക് സൈഡ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവർ ചെറിയൊരു വാട്ടർഫോൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ആ കാണുന്നത് പൂളാണ്. പിന്നെ ഇതൊരു ചെറിയ മീൻകുളം പോലെയായിരുന്നു. അങ്ങനെ അവിടുത്തെ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരണേന്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയാൽ ഒരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വെറുതെ ഇറങ്ങിയതാണ്. അവിടെ ഒരു മങ്കി ഇരിക്കണുണ്ടോ, ഒരു കുഞ്ഞിത്.
1-2 പേര് ആ മരത്തിലും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്കത് നോക്കുമ്പോൾ പെട്ടെന്ന് കാണൂല. ഇതാണ് കേട്ടോ ആ വാട്ടർഫാള്. കുറച്ച് പേര് അവിടെ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന റൂട്ട് തന്നെയാണ് കേട്ടോ തിരിച്ച് പോണതും. ഇപ്പോൾ നേരിമംഗലം പാലം എത്തിയിട്ടുണ്ട്. പോണ വഴിക്ക് വാപ്പിച്ചി എനിക്ക് നുനും വേണ്ടി ഐസ്ക്രീം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കണേന്. ഞങ്ങളൊരു 4 മണി കൊള്ളിച്ച് ആലുവ എത്തി. അപ്പോൾ അവിടെ നിന്ന് ചായയും സ്നാക്സും കഴിക്കണേന്. 4:30 ആയപ്പോഴത്തേക്കും നാനിമാരുടെ വീട്ടിലെത്തി. നാനിമാനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോണേന്. വീടെത്താനായപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പോൾ വാപ്പച്ചി പറയണത് മൂന്നാറിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന മഴയാണെന്നാണ്. അപ്പോൾ ഇത്രയാണ് ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൂന്നാർ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദേവികുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തായാലും പോകണം. അത് മിസ് ചെയ്യരുത്. കാരണം അത്രയും നല്ല സ്ഥലമാണ്. എസ്പെഷ്യലി ആ ഗ്യാപ്പ് റോഡിൽ കൂടെയുള്ള ട്രാവലിങ് അടിപൊളിയാണ്. അതുകൊണ്ട് മൂന്നാർ പോകുന്നവർ അവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ബൈ.